രണ്ടെണ്ണം മതിയോ? നിങ്ങളോ സൈഡിൽ കൂടി ഇങ്ങനെ കിട്ടണം. വേണ്ട വേണ്ട ഇനി കണ്ടിച്ച് ആ പിക്കപ്പ് വേണ്ട. വള്ളിയെല്ലാം കണ്ടിക്കണം. ഭയങ്കര കത്തിയാണ്. അത് ഇച്ചിരി പേപ്പർ പിടിച്ചാൽ മതി. ഹാൻഡ് പേപ്പർ പിടിച്ചിട്ട് ഹാൻഡ് പേപ്പറിൽ ഇങ്ങനെ വരച്ചാൽ മതി. ഇത് സൈഡിലൊക്കെ ആരെങ്കിലും നനച്ചിട്ട് എടുത്താൽ മതി. ഇതിൻ്റെ ഇവിടെ ചെത്തിക്കാം. ഈ രീതി കീറിയെടുക്കുമ്പോഴേ കീറിയെടുക്കാൻ അറിയാമല്ലോ. അതൊക്കെ പിന്നെ സാരമില്ലാത്ത കാര്യമാണ്. മീൻ കെട്ടാനുണ്ട് സാറേ. ഇനിയൊക്കെ ഇച്ചിരി സൈഡിൽ ചെത്തിക്കാം. ബാക്കി മെഴുകോ ചോട്ടിച്ചോളൂ. അതൊട്ടിച്ചോളൂ. അങ്ങനെ സാരമില്ല. ആക്കെ നീ കൂട്ടി വെച്ചിരിക്കണം. നിങ്ങളുടെ പണി ഞാൻ കൂട്ടി വെട്ടിയിരിക്കും. നേരെ ഒക്കെ അടിയിൽ നിന്ന് കണ്ടിച്ച് മാറ്റാം. റബ്ബർ ബാൻഡ് ഉണ്ടോ? കൊള്ളിച്ച് നിർത്താനല്ലേ? അത് കുട്ടിക്കിടക്കാം. അത് 2 ആഴ്ച ആയെങ്കിൽ ചിലപ്പം റാണി വിരിഞ്ഞ് ഇതിനകത്തുണ്ടെങ്കിൽ ഇല്ല ഇല്ല അങ്ങനെ കൂട്ടം കൂടി അടയിലേ ഇരിക്കുള്ളൂ. ഉണ്ടെങ്കിൽ ഈ അടയിൽ കണ്ടേനെ. കണ്ടില്ല റാണിയെ. ഭാഗ്യവശാലെങ്ങാനും റാണി ഉണ്ടെങ്കിലേ റാണിയെ കാണുക. ഇതിങ്ങനെ വരുമ്പോഴത്തേനെ റാണിയെ കാണുക എന്നുള്ളതല്ല അതിൻ്റെ അകത്തെ കേസ് വരുന്നത്. ഇതിനകത്ത് മുട്ട വരുന്നുണ്ടോ എന്നുള്ളതാണ് അതിൻ്റെ അകത്ത്. നമ്മൾ മുട്ട കണ്ടില്ല. മുട്ട ഇത് നോക്കണം. ഇതുകൂടെ ഇച്ചിരി മൂത്ത മുട്ട വരുന്നുണ്ട് കേട്ടോ. ഉണ്ടോ? ഒറ്റയാണോ? ആ എന്നാ റാണി ഉണ്ടവിടെ ഉണ്ട്. കാണാനാണ് സാധ്യത. പക്ഷേ കഴിഞ്ഞ ദിവസത്തിനെക്കാട്ടിലും ഈച്ച കൂടി ഇതിനകത്ത്. ബീച്ച് തിരിഞ്ഞിറങ്ങുന്നുണ്ട്. നമ്മളിപ്പം പുതിയ അട കൊടുത്തില്ല. ഇതിൻ്റെ അകത്തെ ചെറിയൊരു ഇങ്ങനെ എടുത്താൽ മതിയോ? ഇതിൻ്റെ അകത്ത് നോക്കി. ഈ ഒരു ഹോളിൻ്റെ അകത്ത് കാണാമോ മുട്ട? അതിൻ്റെ വശത്തോട്ടായുണ്ട്. ഇതിൻ്റെ അകത്ത് ഉണ്ട് 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 ഉണ്ട്. കണ്ട് 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 കണ്ട്. ആ ഒറ്റയായിട്ടാണെങ്കിൽ കറക്റ്റ് ആണല്ലോ. ഇവിടെ കണ്ടു. ഇത് ഉണ്ട് ഉണ്ട്. ഇവിടെ ഇപ്പൊ അങ്ങനെ വിരിഞ്ഞ് ചാടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണേലേ ഒരു അടയും കൂടി ഇട്ട് കൊടുക്കല്ലേ? അട ഇട്ട് കൊടുക്കാം. അട ഇട്ട് കൊടുക്കാം. ഇതേണ്ട റാണി. ഇതേണ്ട ആദ്യം ആ ഉണ്ട് ഉണ്ട് ഉണ്ട്. വിഷയപ്പെട്ടു. ഇത് ചെറുതായി പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പോലെ. ഇത് അതെ ബ്ലാക്ക് കളർ ആയതുകൊണ്ട് പെട്ടെന്ന് ധൈര്യമായിട്ട് ആ അട ഇട്ടത് നന്നായി കേട്ടോ. അതെന്നാ ചിലപ്പോ കൂടിയിരിക്കുന്നത് ചിലപ്പോ അത് ബാക്കി പറിച്ചു കളഞ്ഞ എന്നാണെന്നറിയോ? മൊത്തം സ്ട്രെങ്ത് ഒരു റാണി സെല്ലിനുള്ളതിനേ ഉള്ളൂ. അത് വിരിഞ്ഞു കഴിഞ്ഞപ്പം ഹെൽത്തി ആയതുകൊണ്ട് മറ്റൊരു ബാക്കിയുള്ളത് നശിപ്പിച്ചു കളഞ്ഞു. അതേ ഞാൻ പറഞ്ഞ ഒരെണ്ണം വട്ടം ഇറങ്ങിയത് ഉണ്ടോ എന്ന് നോക്കിയാൻ പറഞ്ഞ. ആ ഒരെണ്ണത്തെ ഇതാ ഇന്ന് ഇതിനകത്ത് നമ്മൾ കൂട് തുറക്കുമ്പോൾ ഏകദേശം നമുക്ക് അറിയാൻ പറ്റും. ഒന്നു വെച്ചാൽ റാണി ഇല്ലാതെ ഇപ്പൊ പിരിച്ചിട്ട് എത്ര നാളായി? ഇതിപ്പം ഒരു മാസമായി. ഒരു മാസം. ഇപ്പൊ റാണി ഇല്ലാതെ വന്നു കഴിഞ്ഞാല് ഈച്ചയുടെ വലിപ്പം കുറയും. വലിപ്പം കുറയും. പക്ഷെ ഇതിന്റെ വലിപ്പം ഒന്നും കുറഞ്ഞിട്ടില്ല. ഈച്ചയുടെ ബാക്ക് സൈഡ് അങ്ങ് ഒരു കറുത്ത് വരുന്നുണ്ട്. അത് തന്നെ തുറക്കുമ്പോഴത്തേന് ആക്രമണ സ്വഭാവം കൂടുതലുമായിരിക്കും റാണി ഇല്ലാത്തതിന്റെ അകത്ത്. അഗ്രസീവ് സൈലന്റ് ആയിരുന്നു. പക്ഷെ ഈച്ചയുടെ എണ്ണവും കുറവാ. ഇപ്പൊ ആ കൂടുതൽ ഇതുള്ളതില്ലേ
അതിൻ്റെ അകത്ത് ഈ അട അങ്ങ് വെച്ചിട്ട് അതിനകത്ത് ഒത്തിരി അടയും ഇതിനട ആ അല്ല അവിടെ വേറെ വെക്കണോ ഇതിനകത്തുള്ളതിന്റെ കൂടെ ഒരെണ്ണം കൂടെ വെച്ചാൽ ഒരെണ്ണം കൂടെ വെച്ച് കഴിഞ്ഞാൽ ഈച്ചയ്ക്ക് പൊതിഞ്ഞിരിക്കാനുള്ള ഈച്ച കുറവല്ലേ. അതുകൊണ്ടല്ലേ അപ്പോൾ ഊതി ഇറക്കണ്ടേ സ്മോക്കറിങ്ങനെ സ്മോക്കർ ഇങ്ങനെ രണ്ട്. അപ്പോൾ ഇവിടെ നിന്നുള്ളത് കൂടുതലാണ് ഇറങ്ങിയല്ലേ. പിന്നെ നമ്മൾ പിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിനെ മാറ്റുമല്ലോ, അന്ന് സ്മോക്ക് ചെയ്ത് കുടയരുത് കഴിയുന്നത്. ക്യൂൻ സെല്ലൊക്കെ മാറ്റിയത് ഇതിനെ ഇങ്ങനെയാണ് പറഞ്ഞത്. അത് പോകത്തില്ല അന്നേരം ഇല്ല അത് മറ്റേ ക്യൂൻ അപ്പറയല്ലേ, ക്യൂൻ ഉള്ളതിൽ കുറയുന്നത്. ഇതിനെ നമ്മൾ അതിന് കൊണ്ട് വെക്കാൻ പോകണം. അതിൻ്റെ അകത്ത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയാളെ കൂടുതലുള്ളതെന്ന് അത് എന്നെ ഇപ്പോൾ മടിയൻ മടിയൻ ഇത് സാധാരണ ഈച്ച കുത്തുന്നത്, ഇതും കുത്തുന്നത്. ബാക്കിയെല്ലാം കുത്തുന്ന ഇത് മടിയൻ്റെ സെല്ല്, മടിയൻ്റെ മുട്ട. ഇത് ക്യൂൻ സെല്ല് വിരിഞ്ഞിറങ്ങിയത്. ഇതെല്ലാം പൊട്ടിച്ച് കളഞ്ഞ അമ്മമാരെ. ഇപ്പം നമുക്ക് മറിക്കാം. അപ്പുറം ഇല്ലേ മടിയൻ്റെ അടുത്ത തേന പൂമ്പൊടി അകത്ത്. അത് അവരുടെ പിള്ളേരുടെ പറഞ്ഞത് അല്ലേ. കിട്ടിയ അല്ല അതിനൊക്കെ ശല്യമില്ല. നമ്മൾ എന്തോ ഇതൊക്കെയാണ് ഇതിൻ്റെ അകത്തെ പ്രശ്നം. ഇതുണ്ടോ രണ്ടടയില്ല, ഇത് കണ്ടോ ഇവിടുന്ന് അങ്ങോട്ട് പണിതേക്കുന്നു, ഇങ്ങോട്ട് പണിതേക്കുന്നു. ഇത് രണ്ടും കഴിഞ്ഞ് ഇത് മൂന്നാമത്തെ കഴിഞ്ഞ് നാലാമത്തെ ഇവിടുന്ന് അങ്ങോട്ട് ആക്കണ്ടേ. ഇത് രണ്ട് അട വരരുത്. ഇങ്ങനെ വന്നിട്ടുണ്ട് ഇതിന്. ഇതിനെ കോല് വെച്ച് അടയാളം പറ്റും. ഇത് കോല് വെച്ചാല് നമ്മളെ ക്യൂൻസിൽ വെച്ച് വെച്ചു കൊടുത്തോന്ന് സാറ് വേണം വെച്ച് കൊടുത്ത്. എനിക്ക് തോന്നി അറിയാവുന്ന ആരോ കൊണ്ട് അതെ അന്ന് സാധനം വെച്ചേ. ഇത് താഴത്തെ വെക്കണോ? പെട്ടി കൊണ്ട് എടുത്തോണ്ട് വരട്ടെ. ഞാൻ പിടിച്ചോളാം. അതല്ല ആ പെട്ടിയാണ്. ഇതോ അല്ല നമ്മുടെ മറ്റേ ഇതൊന്ന് വെച്ച് പിടിക്കാം. ഇതേ പിടിക്കും. സ്മോക്കറോ എന്നാ പിടിക്കണ്ടേ? അതിൻ്റെ ഈച്ചയെ കളയണ്ടേ. നമ്മൾ ഇതല്ല വെക്കുന്നത്. അടുത്തൊരു സെല്ല് അടുത്ത വെച്ചു നല്ലതല്ലേ. അത് വെക്കാൻ കൊള്ളാം അല്ലേ. ഏതാ